ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് പട്ടികളുടെ പേര് നമുക്കറിയാം. ടിപ്പു അല്ലെങ്കിൽ സുൽത്താൻ, സീസർ, കൈസർ എന്നുള്ള പേരുകളൊക്കെയാണ് നമ്മൾ പട്ടികൾക്ക് ഇട്ടിരുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ക്രിസ്ത്യാനികൾ അവരുടെ പട്ടികൾക്ക് പേരിടുമ്പം വളരെ പ്രധാനമായി സീസർ എന്നും കൈസർ എന്നൊക്കെ അത് കേരളത്തിലല്ല, അത് വിവിധ രാജ്യങ്ങളിൽ ഇട്ടുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിലും ഇസ്രായേലിലും പല സ്ഥലത്തും. കാരണം റോമൻ അധിനിവേശത്തിലായിരുന്ന, റോമൻ ആധിപത്യത്തിലായിരുന്നപ്പോൾ റോമക്കാർ യേശുവിനെ ക്രൂശിൽ തറച്ചു. അങ്ങനെ റോമാക്കാരുടെ പേരുകൾ, പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ, സ്ഥാനപ്പേരുകൾ, ഇങ്ങനെയുള്ള പേരുകൾ, സീസർ എന്നും കൈസർ എന്നുള്ള പേരുകൾ നമ്മളിവിടെ പട്ടിക്കിടും. കാരണം അത് അവരോടുള്ള ഒരു എതിർപ്പ്. കാരണം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചവനാണ് ഇവർ എന്ന് ചരിത്രം തിരിച്ചറിയുമ്പം ആ ചരിത്രത്തിൻ്റെ വളരെ മധുരകരമായൊരു പ്രതികാരമാണ് അവരുടെ പേരുകൾ തങ്ങളുടെ കാവൽ നായ്ക്കൾക്കിടുന്ന രീതി. എന്നാൽ അതിനുശേഷം പിന്നീട് നമ്മൾ വീണ്ടും ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പറയുന്ന റോമൻ കിരാതകരമായ നേതാക്കന്മാരുടെ, അവരുടെ അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ ഇത്രത്തോളം അവഹേളിക്കപ്പെടുമ്പോൾ തന്നെ അവരാൽ കൊല്ലപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്ത അപ്പസ്തോലന്മാരായ യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകൾ പിന്നീട് ചരിത്രത്തിൽ വളരെ ശ്രേഷ്ഠന്മാരുടെ പേരുകളായി മാറി, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, ദൈവമക്കളുടെ പേരുകളായി മാറി. അങ്ങനെ അന്നുണ്ടായിരുന്ന ശിഷ്യഗണത്തിൻ്റെ പേര് ഇന്നുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൻ്റെ ജനത്തിൻ്റെ, ദൈവജനത്തിൻ്റെ പേരായി മാറിയെങ്കിൽ അന്ന് ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചവരുടെ പേര് ഇക്കാലഘട്ടത്തിലെ നായ്ക്കളുടെ പേരായി മാറിപ്പോയത്, അത് ഒരു ചരിത്രപരമായ ഒരു മധുര പ്രതികാരമായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും പലരും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും തികച്ചും വിചിത്രമായി യേശുവിനെ ക്രൂശിൽ തറച്ചവൻ്റെ വേഷവിധാനങ്ങളോടെ കടന്നു വന്ന് ക്രിസ്ത്യാനികളെ കൊണ്ട് വണങ്ങിപ്പിക്കാനും ആരാധിപ്പിക്കാനും കഴിയുമെങ്കിൽ അവൻ്റെ കാൽ കീഴിലേക്ക് നമ്മളെ പൂർണ്ണമായി വെച്ചു കൊടുക്കാനും പറ്റുന്ന രീതിയിലേക്ക് പ്രബോധനങ്ങളും ചിത്രരചനകളും കടന്നു വന്നത് എന്താണ്, അത് എന്തിൻ്റെ പേരിലാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുകൂടെ പരിശോധിക്കുകയാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മളിത് പരിശോധിക്കുമ്പം പ്രധാന ദൂതനായ മിഖായേൽ അല്ലെങ്കിൽ സെൻറ്റ് മൈക്കിൾ, ആർക്കേഞ്ചൽ ഓഫ് മിഖായേൽ, ഇങ്ങനെയുള്ള ഈ പറയുന്നതിൻ്റെയൊക്കെ ചിത്രീകരണം കടന്നു വന്നത് AD 5-ാം നൂറ്റാണ്ടുകളിലൂടെയാണ് കടന്നു വന്നത്. AD 5-6 നൂറ്റാണ്ടുകളിലൂടെ ഈ പറയുന്ന ചിത്രീകരണമൊക്കെ കടന്നു വരാനുണ്ടായ സാഹചര്യം, പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ടിലാണ് അത് വളരെ പ്രാബല്യത്തിലൂടെ, അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അത് വളരെ പ്രചാരപ്രദമായി മാറുകയും എല്ലാ വീടുകളുടെയും മുൻപിൽ ഈ 20-ാം നൂറ്റാണ്ടുകളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ എത്തിക്കുമ്പം എല്ലാ വീടുകളുടെയും സംരക്ഷകനായി ഈ പറയുന്ന ചിത്രങ്ങളും ചിത്രീകരണങ്ങളും കടന്നു വരുമ്പോൾ അത് ഭവനത്തിൻ്റെ സംരക്ഷണമാണ്, വാഹനങ്ങളുടെ സംരക്ഷണമാണ്. ഈ മിഖായേൽ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു കുട്ടിയുടുപ്പും കയ്യിലൊരു ത്രാസും ഇപ്പുറത്തെ കയ്യിലൊരു വാളും ഒരു പരിചയമൊക്കെയായി നിൽക്കുന്ന ചിറക് ധരിച്ച ഈ മാലാഖയുടെ ഈ ചിത്രീകരണത്തിലേക്ക്, വേഷവിധാനങ്ങളിലേക്ക് കടന്നു വരുന്നത് 21-ാം നൂറ്റാണ്ടിലാണ് അത് കൂടുതലായി കടന്നു വന്നത്. എന്നാൽ ഇതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. 4-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇതിൻ്റെ ചിത്രീകരണങ്ങൾ വളരെ ആദ്യമായി കടന്നു വന്നത് എന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ട്യൂണിക് എന്നും ലോറസ് എന്ന് പറയുന്ന, അതായത് ചക്രവർത്തിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ധരിക്കുന്ന വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ച നീളമുള്ള വസ്ത്രങ്ങൾ, ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. നീളമുള്ള വസ്ത്രങ്ങൾ പലപ്പോഴും നമുക്കറിയാം, ഈ യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ടാബ്ലോസൊക്കെ ചെയ്യുമ്പം അവിടെ കാണുന്ന ഈ നീളമുള്ള വസ്ത്രം, ഇവിടെ കെട്ടിയിട്ട് താഴോട്ടുള്ള ചുമന്നതോ നീലയൊക്കെയുള്ള നീളമുള്ള വസ്ത്രങ്ങൾ, ഇത് കടന്നു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിൻ്റെയും 6-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലാണ് ഇത്തരം നീളമുള്ള വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒക്കെ ഇവിടെ കടന്നു വന്നത്. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു ഉന്നതമായ അധികാരത്തെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കടന്നു വന്നത്. എന്നാൽ 12-ാം നൂറ്റാണ്ടോടുകൂടെ റോമൻ ബൈസ്റ്റൻഡിനിയൻ സൈനിക വസ്ത്രങ്ങളിലേക്ക് ഈ പറയുന്ന മിഖായേൽ ദൂതൻ്റെ പൂർണ്ണമായ വസ്ത്രധാരണം മാറ്റപ്പെട്ടു. അതായത് 12-ാം നൂറ്റാണ്ടോടുകൂടെ റോമൻ ഓഫീസറുടെ, സൈനിക മേധാവിയുടെ വസ്ത്രങ്ങളിലേക്ക് പൂർണ്ണമായും മാറ്റപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഈ സൈനിക വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയുടുപ്പെന്നോ വേണമെങ്കിൽ ബെറ്റിക്കോട്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ടെന്നീസൊക്കെ കളിക്കുന്നവരുടെ വസ്ത്രങ്ങൾ എന്ന പോലെയുള്ള രീതിയിലേക്ക് ഈ പറയുന്ന വസ്ത്രങ്ങൾ ഇന്ന് നമ്മൾ പറയുന്ന മിഖായേൽ എന്ന് പറയുന്ന, നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൂടെ കണ്ടു, ഇതൊരിക്കലും മിഖായേൽ അല്ല. ഈ പറയുന്ന പ്രത്യക്ഷപ്പെട്ട ദൂതൻ മിഖായേൽ അല്ല, അത് വീണുപോയ ദൂതനാണ്.
അപ്പോൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന ദൂതനാണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. കാരണം അങ്ങനെ ഒരു ദൂതന് മാത്രമേ ഭൂമിയിൽ ഒരു ഗുഹയോ ഒരു വാസസ്ഥലമോ തേടേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ ഒരു ദൂതനും ഭൂമിയിൽ ഒരു വാസസ്ഥലം തേടേണ്ട ഒരു ആവശ്യമില്ല എന്ന് നമ്മൾ പരിശോധിക്കുകയും ബൈബിൾ എന്താണ് ദൂതന്മാരെ കുറിച്ച് പറയുന്നത്, ആദിമ സഭാപിതാക്കന്മാർ എന്താണ് ഈ ദൂതന്മാരെ കുറിച്ച് പറയുന്നത്, അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പം ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിത്രീകരണത്തിൽ കാണുന്ന ഈ പറയുന്ന ദൂതൻ ഒരിക്കലും സെന്റ് മൈക്കിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇങ്ങനെയുള്ള വസ്ത്രധാരണം കടന്നു വരുമ്പം അതിലെ പൈശാചികതയെ നമ്മൾ പരിശോധിക്കുമ്പം 12-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മിഖായേലിൻ്റേത് എന്ന് അറിയപ്പെടുന്ന കാലത്ത് ആ രൂപത്തിലേക്ക് വന്ന വലിയ മാറ്റങ്ങൾ അത് റോമൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ ഓഫീസറുടെ ആ കേണലിൻ്റെ വസ്ത്രധാരണത്തിലേക്ക്, ആ കുട്ടിയുടുപ്പിലേക്ക്, ആ ഓടുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പം നീളമുള്ള വസ്ത്രങ്ങൾ ഒരുപക്ഷെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോഴൊക്കെ തടസ്സം നേരിട്ടതുകൊണ്ട് അങ്ങനെ നേരിടാതിരിക്കാൻ അതൊരു കുഞ്ഞുടുപ്പാക്കി മാറ്റി. പ്രത്യേകിച്ച് ടെന്നീസൊക്കെ കളിക്കുമ്പം കളിക്കുന്നതിൽ തടസ്സം നേരിടാതിരിക്കാൻ ചെറിയുടുപ്പാക്കി മാറ്റിയതുപോലെ തന്നെ ആ കുഞ്ഞു പാവാട പോലെ കുട്ടിയുടുപ്പ് പോലെ ആക്കിയ കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്ന 12-ാം നൂറ്റാണ്ട്. കയ്യിലൊരു വാളുണ്ട്, ഇപ്പുറത്തെ കയ്യിലൊരു ത്രാസായി, ഇങ്ങനെ ഒരു പരിചയം, ഇതെല്ലാം കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അതായത് എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മളോട് ദൈവത്തിൻ്റെ ഒരു ആത്മീയ സമരത്തിലേക്ക് നമ്മൾ കടന്നു പോകും. നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ, സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ, രക്ഷയുടെ പടത്തൊപ്പി അണിയുവിൻ, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. ഇതാണ് നമ്മളോടുള്ള പ്രബോധനം. അതായത് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ക്രിസ്തീയ സൈനികൻ അവൻ ഉപയോഗിക്കേണ്ട വാള്, അവൻ ഉപയോഗിക്കേണ്ട പരിച, അവൻ ഉപയോഗിക്കേണ്ട എല്ലാവിധ ആയുധങ്ങളെക്കുറിച്ചും ദൈവവചനം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷയാണ് നീ നിറയ്ക്കേണ്ടത്, സത്യമാണ് നീ കൊണ്ട് അരമുറുക്കേണ്ടത്, നീ കവചം, നീതിയാണ് നിനക്കൊരു കവചമായി ഒരു പരിചയമായി ഉണ്ടാകേണ്ടത്, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ കെടുത്തുന്നതിന് വേണ്ടി നിന്നെ ശക്തനാക്കേണ്ടത് വിശ്വാസമാകുന്ന മറ്റൊരു പരിചയമാണ് നിൻ്റെ കയ്യിലുണ്ടാകേണ്ടത്, രക്ഷയുടെ പടത്തൊപ്പിയാണ് നിൻ്റെ കയ്യിലുണ്ടാകേണ്ടത്, നിൻ്റെ ശിരസിൽ അണിയേണ്ടത് ദൈവവചനമാകുന്ന വാളാണ് നിൻ്റെ കരങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് നമുക്കിതിനൊന്നും സാധ്യമല്ല. വചനം എടുക്കാൻ പറ്റില്ല, സുവിശേഷം എടുക്കാൻ പറ്റില്ല, വിശ്വാസം നടക്കത്തില്ല, നീതി എനിക്ക് താല്പര്യമില്ല, ഇനി ഒരു തരത്തിലും സമാധാനമോ നീതിയോ ഈ പറയുന്ന യാതൊന്നും കണ്ടെടുക്കാൻ കഴിയാത്ത കയ്യിലില്ലാത്തവർ അവരുടെ ഭവനത്തിൻ്റെ സംരക്ഷണം ഈ ഒരു ഫോട്ടോയെ ഏൽപ്പിക്കും. അതായത് ഒരു റോമൻ സൈന്യാധിപൻ്റെ വസ്ത്രധാരണമുള്ള ഒരു കുട്ടിയുടുപ്പൊക്കെ ധരിച്ച, കയ്യിലൊരു വാളൊക്കെയുള്ള, കയ്യിലൊരു ത്രാസൊക്കെ എന്തിക്കൊണ്ട് പറന്നു നിൽക്കുന്ന ചിറകുകൾ ധരിച്ച ഈ ഒരു ദൂതനെ തൻ്റെ ഭവനത്തെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കും. കാരണം ഇവർക്ക് എന്ത് കഴിയത്തില്ല, ദൈവം നമുക്ക് നൽകി ഈ സംരക്ഷണം തീർക്കാൻ കഴിയത്തില്ല. എന്തൊക്കെയാണ് നിന്റെ പാദരക്ഷകളാകേണ്ടത്, നിന്റെ കവചമാകേണ്ടത്, നിന്റെ കയ്യിൽ വാളാകേണ്ടത്, നിനക്ക് സംരക്ഷണം നൽകേണ്ടത് എന്ന് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വാക്യങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പം ഈ ആയുധങ്ങളൊന്നും എടുക്കാൻ കഴിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എടുക്കാൻ ആകെ ഒരു ആയുധമേ ഉള്ളൂ, ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. സ്റ്റുഡിയോ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം ചിത്രങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് പോയി ഒരു ചിത്രം എടുത്ത് വയ്ക്കുക. ഇതുകൊണ്ട് സംരക്ഷണമാകുമെന്ന് എനിക്കറിയത്തില്ല. പകരം സംരക്ഷണത്തിന് പകരം നിനക്കതൊരു കെണിയായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ താഴോട്ട് പരിശോധിക്കുന്നത്. കാരണം ഈ വസ്ത്രധാരണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു റോമൻ സൈന്യാധിപനെ, ഒരു റോമൻ അധികാരിയെ സൂചിപ്പിക്കുന്നു. ആരാണ് ഈ റോമൻ സൈന്യാധിപൻ? ഈ റോമൻ സൈന്യാധിപനും ഇന്നത്തെ മിഖായേൽ ദൂതന് ഈ സൈന്യത്തിൻ്റെ അതേ വസ്ത്രങ്ങൾ കൊടുക്കാനുള്ള കാരണവും എന്തെന്ന് നമ്മൾ പരിശോധിക്കുമ്പം നമ്മളവിടെ പ്രധാനമായി വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ഇവിടെ വചനം പറയുകയാണ്: ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവയെ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായി അവഹേളന പാത്രമാക്കി മാറ്റി. ഇന്ന് സാത്താൻ ആയുധമില്ല, അവന് യാതൊരുവിധ ആയുധവുമില്ല. അവൻ ഉപയോഗിക്കാൻ ആയുധമില്ലാതെ വരുമ്പം അവൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കബളിപ്പിക്കലാണ് ഇന്ന് നമ്മൾ ഭവനത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം റോമൻ സൈനിക മേധാവി യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ചു, അവനെ ക്രൂശിലേക്ക് വലിച്ചടിച്ചു, അവനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു, അവൻ്റെ ക്രൂശിൻ്റെ ആ ഓരോ ആണിപ്പഴുതുകളിലേക്കും അവൻ്റെ കൈകൾ വലിച്ചടിച്ചു.
അവനെ കയറുകെട്ടി കുരിശിൽ തറച്ച് അവഹേളിച്ച് അവൻ്റെ മുഖത്ത് തുപ്പി അവനൊരു കിരീടമണിയിച്ച് നീയാണ് ഇസ്രായേലിന്റെ രാജാവെന്ന് അപമാനിക്കുന്ന തരത്തിൽ അവൻ്റെ മുഖത്ത് അടിക്കുകയും തുപ്പുകയും ആരാണ് നിന്റെ മുഖത്തടിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് അവനെ കുമ്പിട്ട് ആരാധിക്കുന്ന തരത്തിൽ അവൻ്റെ മുൻപിൽ വണങ്ങുന്ന തരത്തിൽ അവനെ അവഹേളിച്ച റോമൻ സൈന്യത്തെ നമ്മൾ വ്യക്തമായി നമ്മൾ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷവും മത്തായി സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായം 27-ാം വാക്യം മുതൽ അവർ പരിഹസിക്കുന്നത്, ചുറ്റും കൂടി നിന്ന് പരിഹസിക്കുന്നതൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിനെ പരിഹസിച്ച, യേശുവിനെ ക്രൂശിൽ തറച്ച, യേശുവിനെ ചമ്മട്ടി കൊണ്ടടിച്ച, യേശുവിനെ അവഹേളിച്ച, യേശുവിൻ്റെ മുഖത്ത് തുപ്പിയ, അവൻ്റെ താടിമീശകളെ പറച്ച, അവനെ അവഹേളിച്ച അതേ റോമൻ സൈന്യത്തിൻ്റെ വസ്ത്രധാരണം പ്രാപിച്ചുകൊണ്ട് അതേ വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്ന് ആയുധമില്ലാത്ത നിരായുധം ആയ സാത്താൻ്റെ സകല ആയുധങ്ങളെയും കർത്താവായ യേശു ക്രൂശിൽ നിരായുധമാക്കി എന്ന് വചനം പറയുമ്പം ഇതാ വീണ്ടും 12-ാം നൂറ്റാണ്ടിൽ സാത്താനെ ആയുധങ്ങളുമായി നിന്റെ ഭവനത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചറിയണേ, ഒരു റോമൻ സൈന്യാധിപനെ ദൈവത്തിൻ്റെ ഉന്നത ദൂതനാക്കി മാറ്റുമ്പം ആ റോമൻ സൈന്യാധിപന്റെ വസ്ത്രധാരണം കർത്താവിൻ്റെ ഉന്നത ദൂതനായ സെന്റ് മൈക്കിളിൻ്റെ ആ വസ്ത്രധാരണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പം നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ്? പരാജയപ്പെട്ട സാത്താനും അവൻ്റെ ദൂതന്മാരും, സാത്താൻ ഉപയോഗിച്ച റോമൻ സൈന്യവും, സാത്താൻ ഉപയോഗിച്ച എല്ലാ ആയുധങ്ങളും പരാജയപ്പെട്ടപ്പം ക്രൂശിൽ അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി മാറ്റിയെന്ന് പറയുമ്പം അല്ല, അങ്ങനെയല്ല, ഞങ്ങളിപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സാത്താന് പറയുവാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുവാൻ 12-ാം നൂറ്റാണ്ടിൽ ചെയ്ത ഏറ്റവും വലിയ പൈശാചികതയാണ് റോമൻ സൈന്യത്തിൻ്റെ അതേ വസ്ത്രധാരണം, റോമൻ സൈന്യത്തിൻ്റെ കുട്ടിയുടുപ്പ്, റോമൻ സൈന്യത്തിൻ്റെ വാളും പരിചയം ഇതാ ദൈവത്തിൻ്റെ ദൂതനായ മിഖായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭവനത്തിലേക്കും വയ്ക്കുവാൻ, അല്ലെങ്കിൽ ഓരോ ദേവാലയത്തിലും സംരക്ഷണമായി ഏറ്റെടുക്കുവാൻ ഈ പറയുന്ന വിഗ്രഹത്തെ, പടത്തെ ഏൽപ്പിച്ചുവെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഇത് സാത്താൻ്റെ വലിയൊരു റിവഞ്ചാണ്. കാരണം അവൻ്റെ ഏറ്റവും വലിയൊരു നാണക്കേടായിരുന്നു അവൻ്റെ സൈന്യാധിപന്മാരെ, അവരുടെ പേരുകളെ, അവരുടെ നാമങ്ങളെ ഇവിടെയുള്ള പട്ടികൾക്കിടാൻ തുടങ്ങി, വെറും കാവൽ നായ്ക്കൾക്കിടാൻ തുടങ്ങി. അങ്ങനെ കാവൽ നായ്ക്കൾക്കിട്ടപ്പം അവനൊരു റിവഞ്ച് തിരിച്ചു വെച്ചു. ആ തിരിച്ചുള്ള റിവഞ്ചാണ് അങ്ങനെയെങ്കിൽ നിന്റെയൊക്കെ ഭവനത്തിൻ്റെ അകത്ത് സംരക്ഷണ ദൂതന്റെ വേഷം കെട്ടി ഞാൻ നിൽക്കുമെന്ന് അവൻ ഒരു പ്രതികാരം തീർത്തതാണ് ഇന്ന് നമ്മുടെ ഭവനത്തിലിരിക്കുന്ന ഈ പറയുന്ന ഫോട്ടോകൾ, ഈ പറയുന്ന വിഗ്രഹങ്ങൾ, ചില ദേവാലയങ്ങളിൽ ഇരിക്കുന്നത്, ചില പുരോഹിതർ വളരെ വലിയ രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, എല്ലാം ഇതിൻ്റെ പുറകിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ അവയെ നിഷ്കാസനം ചെയ്തു, ഞാൻ അവയെ നിരായുധീകരിച്ചു, ഇനി അവന് ആയുധമില്ല, അവൻ്റെ സർവ്വ ആയുധങ്ങളെ ഞാൻ നശിപ്പിച്ചു, അവനെ പരസ്യമായ അവഹേളന പാത്രമാക്കി മാറ്റി. ആ അവഹേളന പാത്രം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ അതും ഒരു റോമൻ ചരിത്രമാണെന്ന് നമുക്കറിയാൻ പറ്റും. ആദിമസഭാപിതാവായ ജോൺ ക്രിസ്റ്റോസോം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഈ പറയുന്ന കൊളോസ്സേ ലേഖനം അതിൻ്റെ 2:15 കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. റോമൻ സൈന്യത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയുണ്ട്. അവരാരെങ്കിലും പരാജയപ്പെടുത്തിയാൽ ആ പരാജയപ്പെട്ട രാജാവിനെ ഇവർ ആഹ്ലാദ പ്രകടനത്തോടുകൂടെ നടന്നു വരുമ്പോൾ സൈന്യവും ഇവരുടെ സകല സന്നാഹങ്ങളുമായി ആഹ്ലാദത്തോടെ വിജയഘോഷമായി ഘോരിയായി വരുമ്പോൾ വലിയ ആഘോഷങ്ങളുടെ അവസാനം പരാജയപ്പെട്ട രാജാവിനെ ചങ്ങലകളാൽ ബന്ധിച്ച് വലിച്ചഴച്ചുകൊണ്ട് പരസ്യ കാഴ്ചയായി അവഹേളന പാത്രമാക്കി അവരെ മാറ്റിക്കൊണ്ട് ലോകത്തിന് മുഴുവൻ കുത്തുകാഴ്ചയായി അവഹേളനമാക്കി മാറ്റി ചങ്ങലകളാൽ ബന്ധിച്ച് വലിച്ചഴച്ചു കൊണ്ടുവരുന്നൊരു രീതിയുണ്ട്. ഈ റോമൻ രീതിയെ തന്നെ പൗലോസ് അപ്പോസ്തലൻ തിരിച്ചു പറയുക, അല്ലയോ റോമൻ സൈന്യാധിപരെ, നിങ്ങൾ പരാജയപ്പെട്ടു, അല്ലയോ റോമൻ സൈന്യമേ, നിങ്ങൾ തീർത്തും പരാജിതരായി. കാരണം നിങ്ങൾ ക്രൂശിച്ചു തന്ന ക്രിസ്തു, നിങ്ങൾ ക്രൂശിക്കാൻ വിട്ടുകൊടുത്ത ക്രിസ്തു, നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തു നിങ്ങളെ നിരായുധമാക്കും, നിങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്തും, നിങ്ങളെ തകർക്കുമെന്നൊരു പ്രവചനം കൂടി അവിടെ കടന്നു വരുന്നത്. അതായത് യേശു അവയെ സർവായുധങ്ങളും വെപ്പിച്ച് നിരായുധമാക്കി അവയുടെ മേൽ പരസ്യമായ അവഹേളന പാത്രമാക്കിക്കൊണ്ട് വിജയം പ്രഖ്യാപിച്ചു എന്നാണ് ജോൺ ക്രിസ്റ്റോസോം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്.
ഇതൊരു ഉപമയമാണ്. അതായത് അന്ന് അവർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല പ്രതികാരമാണ് കർത്താവായ യേശു ക്രൂശിൽ ചെയ്തത് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് ജോൺ ക്രിസ്റ്റോസം അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ എഴുതിയിരിക്കുന്നത്. 4-ാം നൂറ്റാണ്ടിലെ സഭാപിതാവിന് അത് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ 4-ാം നൂറ്റാണ്ടിന് ശേഷം മിഖായേൽ ദൂതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചില വസ്ത്രധാരണങ്ങളിലേക്ക് കടന്നു വരികയും 12-ാം നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നപ്പം ഇവന്റെ പരാജയത്തെ ഏറ്റെടുക്കാൻ കഴിയാതെ അവന്റെ പൂർണ്ണമായ അവഹേളന പത്രമാക്കിയ നാണക്കേടിനെ അവന് സഹിക്കാൻ കഴിയാതെ അവനൊരു മധുരപ്രതികാരം ചെയ്യുക. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ഞാൻ കയറിപ്പറ്റും, എല്ലാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഇടയിലും ഞാൻ കയറിപ്പറ്റും. അവരുടെ പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥന, ആരാധന എന്നോടായി മാറും. അവരുടെ യാചനകൾ എന്നോടായി മാറും. അവരുടെ നിയോഗങ്ങൾ എന്നോടാക്കി ഞാൻ മാറ്റുമെന്ന് നിന്റെ പട്ടികളുടെ പേര് നീയിട്ടെങ്കിൽ ഇതാ റോമൻ സൈന്യാധിപന്റെ വേഷം തന്നെ ധരിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലും ആലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഞാൻ സ്ഥാനം പിടിക്കുമെന്ന് പിശാച് ചെയ്ത റിവഞ്ചിന്റെ അവസാനമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഈ രൂപം ഇരിക്കുന്നുണ്ടോ? ഈ ഫോട്ടോ ഇരിക്കുന്നുണ്ടോ? ഇത് എന്തിൻ്റെ പ്രതീകമാണ്? കർത്താവ് ക്രൂശിൽ അവഹേളന പാത്രമാക്കിയ മാറ്റിയ ആ സൈനിക വ്യൂഹത്തെ, നശിപ്പിച്ച വ്യൂഹത്തെ, തകർത്ത സാത്താന്റെ കെണികളെ, അവന്റെ ആയുധങ്ങളെ, അവന്റെ സകലത്തിനെയും വീണ്ടും ആയുധം ധരിപ്പിച്ച് നിന്നോട് റിവഞ്ച് ചെയ്യാൻ ഇനി ഒരിക്കലും ദൈവം അനുവദിക്കുന്നില്ല. ദൈവം അനുവദിക്കാത്തത് നീയും അനുവദിക്കരുത് എന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ട വിശ്വാസി. ഈ പറയുന്ന വിഗ്രഹങ്ങളിലൂടെ, ചിത്രരചനയിലൂടെ ഒരിക്കലും ദൈവമഹത്വമല്ല ഇവിടെ കടന്നു വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു വസ്ത്രം ശരീരത്തെ സംരക്ഷിക്കുന്ന കവചമായോ ചുരുണ്ട പാവാട പോലെയോ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വാളോ ഇതൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൂതൻ നിന്നെ സംരക്ഷിക്കത്തില്ല. നമ്മെ സംരക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അവന് മാത്രമേ നമ്മളെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവനാകട്ടെ നമുക്ക് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എഫേസ്യ ലേഖനം വ്യക്തമായി നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുക, സമാധാനത്തിൻ്റെ സുവിശേഷമാകുന്ന ഒരുക്കത്തിൻ്റെ ഒരു വലിയ മേഖലയാണ് നിന്റെ സുവിശേഷം. മാത്രമല്ല വചനമാകുന്ന വാളാണ് നീ ധരിക്കേണ്ടത്. നിന്റെ പാദരക്ഷ സുവിശേഷമാണെങ്കിൽ നിന്റെ കയ്യിലുള്ള വാൾ ദൈവവചനമായി മാറണം. നിന്റെ കവചവും നിന്റെ പരിചയം കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ വചനവും അവൻ്റെ പ്രവർത്തികളും അവൻ്റെ പ്രബോധനങ്ങളുമായി മാറണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് മുൻപിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, ഇത്തരത്തിലൂടെ, ഇത്തരം വസ്ത്രധാരണത്തിലൂടെ, ഇത്തരം ഏതെങ്കിലുമൊക്കെ രീതികളിലൂടെ നമ്മളെ കബളിപ്പിക്കുന്ന സാത്താന് നീ കീഴ്പ്പെട്ടു പോകണമോ? അവൻ്റെ മുൻപിൽ തല ചായ്ക്കണമോ? വണങ്ങണമോ? അവൻ പറയുന്ന കല്ലിനെ വണങ്ങണമോ? അവൻ പറയുന്ന കല്ലിനെ ആരാധിക്കണമോ? അതെയോ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കണമോ എന്ന് സ്വയം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവ് ബലം തരട്ടെ, ശക്തി പകരട്ടെ. ഈ പ്രബോധനങ്ങൾ, ഈ ബോധ്യങ്ങൾ തിരിച്ചറിയുവാനുള്ളൊരു കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിച്ചു ക്രിസ്റ്റോസെൻട്രിക്കായി, ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധനയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകട്ടെ. കാലാകാലങ്ങളായി സാത്താൻ നമ്മളെ വഞ്ചിക്കുന്ന പലവിധ പാരമ്പര്യങ്ങൾ, ദൈവവചനത്തിന് വിരുദ്ധമായ, അപ്പസ്തോലിക പ്രബോധനത്തിന് വിരുദ്ധമായ, അപ്പസ്തോലന്മാർ നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് എഴുതി തരികയും ചെയ്ത ദൈവിക പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായ ഏതെങ്കിലുമൊക്കെ പാരമ്പര്യം നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ അബദ്ധത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ പാരമ്പര്യങ്ങളോട് ടാറ്റ പറയുവാൻ, നോ, എനിക്ക് താല്പര്യമില്ല എന്ന് പറയുവാൻ, സത്യവിശ്വാസമായ വിശുദ്ധ ദൈവവചനത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് ആ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദൈവസഭയായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ടെന്ന് പറയുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയട്ടെ. പ്രത്യേകിച്ച് ഒരു കാത്തലിക് ഫെയ്ത്തിൽ നിൽക്കുന്ന, കാത്തലിക് മതത്തിൻ്റെ അടിമയല്ല ഞാൻ, കത്തോലിക്ക വിശ്വാസമാണ്, ആ വിശ്വാസ പാരമ്പര്യമാണ് എൻ്റെ കയ്യിലുള്ളത്. ആ വിശ്വാസ പാരമ്പര്യം എനിക്ക് നൽകുന്ന ഏക പ്രബോധനം ഈ ദൈവവചനമാണ്. പാരമ്പര്യ വിശ്വാസമല്ല, പകരം വിശ്വാസ പാരമ്പര്യമാണ് എനിക്ക് ശ്രേഷ്ഠമെന്ന് പറയുവാൻ. അതായത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. പാരമ്പര്യ വിശ്വാസമാണെങ്കിൽ കടന്നു വന്ന സകല അഴുക്കുകളും, മതത്തിൻ്റെ സകല ആക്രികളും, മതത്തിലൂടെ കടന്നു വന്ന സകല തിന്മകളുടെയും ആ ഭാരം വഹിക്കുന്നവനാണ് ഈ പാരമ്പര്യ വിശ്വാസി. എന്നാൽ വിശ്വാസ പാരമ്പര്യമാണെങ്കിൽ ഈ ദൈവവചനത്തിൽ എഴുതപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പാരമ്പര്യം എന്ന് വിശ്വസിക്കുന്നവനായി മാറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. അങ്ങനെ മതത്തിൻ്റെ അടിമയല്ല, വിശ്വാസത്തിൻ്റെ, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, കാതോലികമായ സാർവത്രികമായ വിശ്വാസത്തിൻ്റെ ഒരു വക്താവായി മാറുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.